അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഇപ്പം അങ്ങനെ മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം ആയി, അതായത് ജൂൺ 1-ാം തീയതി ആയല്ലോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് ജൂൺ 1 അതായത് 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതായത് ആ സ്കൂൾ തുറക്കുന്നത് തന്നെയാണ്. സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും അങ്ങനെ ഒരു തിരക്കായി. പിന്നെ അപ്പോൾ ആ ഒരു ദിവസത്തിൽ ഞങ്ങളിവിടെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ജൂൺ 1-ാം തീയതിയിലെ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ്, അതായത് ഉച്ചയൂൺ വിശേഷങ്ങൾ തന്നെയാണ്. പിന്നെ രാവിലത്തെ ഉണ്ട്, അങ്ങനെ പല വിശേഷങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പോൾ നമുക്കിന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കില്ല. അപ്പൊ ഏതായാലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വെച്ചാൽ രാവിലത്തെ ചായ പലഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇന്നിപ്പോൾ ഏതായാലും ജൂൺ 1-ാം തീയതിയാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് അവിലോട്ടുള്ള ഉപ്മാവും പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങാണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഓരോന്നങ്ങനെ ചെയ്ത് തുടങ്ങട്ടെ. എന്തായാലും വലിയ മഴയൊന്നും ഇല്ല രാവിലെ, ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. തേങ്ങ പിന്നെ അവിലിൻ്റെ ഉപ്മാവുക്ക് വേണം, അത് കഴിഞ്ഞ് കറിക്ക് ഒക്കെ വേണം. പിന്നെ ഒന്നിച്ചിനാണ് പൊട്ടിച്ചതാണ്. പിന്നെ നമുക്ക് 2 നേന്ത്രപ്പഴം പുഴുങ്ങുന്നുണ്ട്. അവില് ആണ് ഉപ്മാവിന് ഇപ്പം ഇന്ന്. ഇടയ്ക്ക് ഒരു അവിലിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ, നല്ല ടേസ്റ്റാണത്. പിന്നെ നെയ്യിലൊക്കെ ഉണ്ടാക്കാം. ഇത് പിന്നെ വെളിച്ചെണ്ണയിലാണ്. നെയ്യിലുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ വെച്ചാൽ എളുപ്പമുണ്ട്, അതാണുള്ളത്. തേങ്ങയൊക്കെ ചിരകിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഏതായാലും ചായ കുടിക്കായി. അപ്പം അമ്മ ഒക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നേന്ത്രപ്പഴം പുഴുങ്ങിയത് പിന്നെ നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ സാധാരണ പഴമുണ്ട്, അതായത് നമ്മളെ ഞാലിപ്പൂവനാണത്. പിന്നെ ഓർലിക്സ്, പിന്നെ ഇതാ കടല, നമ്മൾ സാധാരണ കടല പുഴുങ്ങിയത്, അതായത് വേവിച്ചത്. എനിക്ക് കടല വേവിച്ചതുണ്ട്. കടല എങ്ങനെ വെച്ചാൽ ഒരു കുറച്ച് കടല, അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തത്, നമ്മൾ ഉപ്പിടാതെ ആണ് ഇപ്പോൾ വേവിച്ചത്. സാധാരണ കറിക്ക് വേവിക്കുന്ന പോലെ തന്നെ, മറ്റു കഷ്ണങ്ങളൊന്നും ഇല്ല എന്നല്ലേ ഉള്ളൂ. ഉപ്പിടാതെ വേവിച്ചത്, അപ്പോഴാണ് അതിന് കുറച്ചുകൂടി നല്ലതാണല്ലോ, ഉപ്പ് ഒഴിവാക്കി. ഇത് ഒരു പതിവുണ്ട് എനിക്ക്, മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും, നടന്നു വന്ന് പിന്നെ ഭക്ഷണം കഴിക്കണ ആ സമയത്ത്. പിന്നിപ്പോൾ ഹോർലിക്സ് ആണ്. ഹോർലിക്സ് മാത്രമാണ്, അതായത് നമ്മളിതിൽ പാലും ചേർക്കണില്ല, പഞ്ചസാരയില്ല. നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ തന്നെ ഹോർലിക്സ് നല്ല കുറുക്കിയിട്ടാണ്, അങ്ങനെ അധികം നല്ല വെള്ളത്തിലല്ല, വളരെ കുറച്ച് നല്ല കുറുകിയ ഇതിലാണ്. അപ്പോൾ അതിൽ മധുരമൊക്കെ പരമാവധി നമ്മൾ ചേർക്കണ മധുരം ഒഴിവാക്കിയിട്ട്. ചേന ഞാൻ ഇപ്പോൾ പോയിട്ട് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഒരു ചെറിയൊരു കഷ്ണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു മെഡിമിക്സ്, ഇത് ചെറിയ മെഡിമിക്സിൻ്റെ ആ ഒരു സോപ്പ്, ഇത് 5 രൂപ. നമ്മൾ സാമ്പിളാണ്, സാമ്പിൾ സോപ്പ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കൈ കഴുകുന്നിടത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിരുന്നു, ഞാൻ ഏതായാലും കടയിൽ പോയപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് വാങ്ങിയതാണ്. ചെറിയ ഒരു സോപ്പ്. പിന്നെ ഞങ്ങൾ
കൂടുതലും തേക്കാനും മെഡിമിക്സ് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചെറുതും അത് തന്നെ ആക്കി. മെഡിമിക്സാണ് കൂടുതലും ഞങ്ങൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മ. അപ്പം അതിഞ്ഞ് ഇതിൽ ഇട്ട് അവിടെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. നമുക്കിതാ നമ്മളെ പപ്പായ അത്യാവശ്യം വലിപ്പമുണ്ട്, ഭയങ്കരമായിട്ടുള്ള വലിപ്പമില്ല. ഇനി മഴയൊക്കെ അല്ലേ വരുന്നത്, അപ്പോഴേക്ക് പിന്നെ ഒക്കെ വേഗം എടുക്കുകയാണ്. 2-3 അതിൽ ഉണ്ടായിരുന്നു, അതിലിപ്പോൾ 2 എടുത്തു. അത് നോക്കട്ടെ, അത്യാവശ്യമൊക്കെ മൂപ്പായിട്ടുണ്ട്. പപ്പായയും ചേനയും ഒക്കെ ഉള്ള കറി ഇതാ അതിവിടെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോരുകറിയാണ്, നമ്മൾ തൈരാണ് ചേർത്തുള്ളത്. അങ്ങനെയാണ് പപ്പായ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ കറീൻ്റെ കാര്യങ്ങൾ ഇവിടെ ആയി. നമുക്ക് വറവിടലും കൂടി കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ നമുക്ക് തോരന് കാബേജ്. കാബേജ് ഇവിടെ മുറുക്കലൊക്കെ കഴിഞ്ഞു. കാബേജിൻ്റെ തോരനും ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇത് രസം. മഞ്ഞപ്പൊടി പിന്നെ ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ തോരനും അതും ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ 1-ാം തീയതി. സാധാരണ നല്ല മഴയൊക്കെ ഉണ്ടാവില്ല, ഇന്ന് ഏതായാലും ഇല്ല. നമ്മൾ പൂച്ചക്കുട്ടികൾ ഇതാ 3 ഇവിടെ ഒറ്റക്കെട്ടായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരുക്കിയത് എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് ജൂൺ 1 സ്കൂൾ തുറക്കണ ദിവസമാണ്. അതായത് ജൂൺ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ഓർമ്മ തന്നെയാണ്, ആ സ്കൂൾ തുറക്കണേ. അപ്പോഴേക്കിപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇവിടെ തന്നെ സ്കൂൾ ഇപ്പം പിന്നെ സ്കൂൾ ബസ് കാര്യങ്ങളായി അങ്ങനെയുള്ളതാണ്. ഒക്കെ സ്കൂൾ ബസ്സിലൊക്കെ ഇനി അല്ലാതെയുള്ള കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു തിരക്ക് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ 11 മണി ആയി. അപ്പോൾ അതേതായാലും നമുക്ക് ആ പഴയ സ്കൂളത്തെ ഓർമ്മകൾ, അതൊന്ന് അന്നത്തെ കാലത്തെ ഓർമ്മകൾ. പണ്ടിപ്പോൾ എങ്ങനെ സ്കൂളിൽ പിന്നെ അന്നത്തെ സ്കൂൾ തുറക്കല് ഇപ്പോഴത്തെ മാതിരിയുള്ള ആഘോഷങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലേ? ജൂൺ 1 അല്ലേ? ജൂൺ 1 അന്ന് ആഘോഷങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ആഘോഷമാണ്. അല്ല, സ്കൂൾ തുറക്കണ ദിവസം? തുറക്കണ ദിവസം സ്കൂൾ തുറന്നാൽ നല്ല കുപ്പായങ്ങളൊക്കെ ഇട്ട് ഒട്ടകൻ്റെ കുട്ടികൾ പോവുക. പുതിയ കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ടാണ് നാട്ടാണ് സ്കൂൾ തുറന്നാൽ പോവുക. പിന്നെ 1-ാം തീയതി സ്കൂൾ തുറന്നാൽ പോവുക. പിന്നെ പുതിയ ബാഗ്, ചെരുപ്പ്, കൊട ഒക്കെ അന്നേക്ക് ശരിയായി ഉണ്ടാവും. ഇന്നത്തെ മാതിരിയുള്ള ബാഗുകൾ അങ്ങനത്തെ വലിയ പുതിയ സംവിധാനമൊന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല, സാധാരണ മട്ടില് അല്ലേ? സാധാരണ മട്ടില്. അന്നത്തെ കാലത്തുള്ള രീതിയിലുള്ള ബാഗൊക്കെ ഉണ്ടാവുള്ളൂ. നേരത്തെ വരലൊന്നുമില്ല. എന്നാലും ചീനക്കൊടയൊക്കെ അന്നുണ്ട്. കൊടയുണ്ട്. അന്ന് പ്രത്യേക കാക്കോടയാണ് ഓരോ കൊട. ശീലക്കൊട ഉണ്ടോ? ചീനക്കൊട ഉണ്ട്. ആണുങ്ങൾക്കൊക്കെ ചീനക്കൊടയുണ്ട്. ഈ പെൺകുട്ടികളൊക്കെ ഏറ്റൊക്കെ അന്ന് കാക്കോടയുണ്ട്. ആ കാക്കോട കുറ്റം പോവാൻ സ്കൂളിക്ക്. പിന്നെ ഇപ്പോ രാവിലത്തെ അങ്ങനെയുള്ള ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ? രാവിലെ ഒരു കുറഞ്ഞ ഒരുക്കങ്ങളൊക്കെ എല്ലാം കൂടിയൊക്കെ ഉണ്ട് ഒരുങ്ങില്ലേ വീട്ടില്? ഇവിടെ പോണ സ്ഥലത്ത് ഈ വരമ്പനൊക്കെയാണ് പോകുന്ന. നെറ്റിനല്ല വരമ്പര കൂടി സ്കൂളിക്ക് പോവുക. നാടൻ നാട്ടുവഴികളാണ്. അന്നൊക്കെ ഇപ്പൊ എങ്ങനെ നല്ല മഴയല്ലേ ജൂൺ 1 അതിപ്പോ നല്ല മഴയാവും അല്ലേ? നല്ല മഴയാവും. 1-ാമത്തെ ദിവസം അല്ലേ? 1-ാമത്തെ ദിവസം ഉച്ച വരെയുള്ളൂ. വൈകുന്നേരം ആവുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ പിറ്റേ ദിവസമേ ഉള്ളൂ. ഉച്ചയ്ക്ക് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നല്ല മഴയാവും. ഇപ്പം ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ എൻ്റെ പഴയ നമ്മളെ സ്കൂളത്തെ പോയിരുന്ന ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം അടുത്തന്നെ നമ്മളൊന്ന് അയവിറക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു വീഡിയോയിലുണ്ട്. ഇപ്പം പിന്നെ നല്ല മാറി, പുതിയ രീതിയിലുള്ള അതായത് പ്രവേശനോത്സവം അങ്ങനെയുള്ള കുറച്ച് വിപുലമായിട്ടുള്ള പല കാര്യങ്ങളോട് കൂടിയായല്ലോ ഇപ്പം ഇന്ന്. ഇപ്പം അമ്മേൻ്റെത് ഇപ്പം ഇതാണ്. അമ്മ പറഞ്ഞില്ല ആ കാലത്തും പിന്നെ
അത്ര തീരെ ഉണ്ടായിരിക്കില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങനെ ആവുന്നു 11:45. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ കോഴിമുട്ട വറക്കൽ. അപ്പം നമുക്ക് ചൂടോട് കൂടി തന്നെ അങ്ങോട്ട് ഊണ് കഴിക്കാൻ നേരത്തേക്ക്, 12 മണിക്ക് ഊണ് കഴിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒക്കെ ഉണ്ടാക്കി നേരെ കഴിക്കാം. പിന്നെ വെച്ചാൽ വളരെ എളുപ്പമാണല്ലോ, എളുപ്പമുള്ളൊരു, നമുക്ക് ഊണിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് കോഴിമുട്ട വറുത്തത്. നല്ല രസമാണ് ഇത്. പിന്നെ നമ്മൾ വലിയ ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇന്നങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു ഷേപ്പ് എന്നുള്ളതിലല്ല, നമുക്കൊരു അപ്പം പോലെ. അപ്പോൾ അത് നമ്മൾ ഇതാ അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കാനായി. അപ്പോൾ കുറേ ഞങ്ങൾ മോരുകറി ഉണ്ടാക്കിയിട്ട്, പ്രത്യേകിച്ച് പപ്പായ ഉണ്ടല്ലോ മോരുകറി. വെള്ളരിക്കയും കുമ്പളങ്ങേൻ്റെ ഒക്കെ ഉണ്ടാക്കുമെങ്കിലും പപ്പായ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഇപ്പോൾ മുട്ട വറുത്തത് ഇവിടെ ഉണ്ട്. ഇപ്പം അമ്മയ്ക്ക് അത് കൊടുക്കാം. അമ്മയ്ക്ക് ഒന്ന് അങ്ങനെ 2 ഉണ്ടാക്കിയാണ്, 2 പിന്നെ കേബേജിൻ്റെ തോരൻ. ഇന്നിപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജൂൺ 1 ഉച്ചയൂണ്. ഇതാ നമ്മളെ പൂച്ച ഏത് സമയത്തും ഉണ്ടാവും. പിന്നെ എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ അമ്മേൻ്റെ കാലിൻ്റെ ചോട്ടിൽ. ഇനിയിപ്പോൾ ഊണ് കഴിക്കാനായിരിക്കണം. ഇപ്പം നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ്, ജൂൺ 1 ഉച്ചയൂണ് നന്നായിട്ടുണ്ട്. ഒക്കെ എല്ലാ വിഭവങ്ങളും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.